ഹായ് ഫ്രണ്ട്സ്, ഒരു 5-6 വർഷമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൺ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സാംസങ്ങിന്റെ ഫോണൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ രീതിയിലുള്ള ഒരു ഫോൺ തന്നെ എടുക്കണം. എങ്കിലാണ് നമുക്ക് അതിൽ എല്ലാവിധ ഫീച്ചേഴ്സും അടക്കം നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം മാത്രം നോക്കിയിട്ടെല്ലാം നടക്കില്ല. സോ അപ്പോൾ അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 കാര്യങ്ങൾ മെയിനായിട്ടൊന്ന് മൈൻഡിൽ വെക്കാം. ഒന്ന് നല്ല ഡ്യൂറബിൾ ആയിരിക്കണം, പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാത്ത തരത്തിലുള്ള ബിൽഡ് ക്വാളിറ്റിക്ക് ഉള്ളതായിരിക്കണം. 2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൃത്യമായിട്ട് കിട്ടണം. ഈ പറഞ്ഞ കാലയളവിൽ നമുക്ക് എല്ലാപ്പോഴും ലേറ്റസ്റ്റ് ആയ ഫീച്ചേഴ്സും കാര്യങ്ങളും സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. 3 അത് വിൽക്കും എന്തായാലും നമ്മൾ 3-4 വർഷമൊക്കെ വാങ്ങിക്കുന്നവൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് അടുത്ത് പുതിയ എടുക്കാൻ പോകുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡ് ആയിരിക്കണം, നല്ല റീസെയിൽ വാല്യൂ കിട്ടുന്നൊരു സെറ്റപ്പ് ഉണ്ടാവണം. പിന്നെ ഇത്രയും ലോങ് ഉപയോഗിക്കുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ സർവീസ് ചെയ്യാൻ ഏറ്റവും നല്ല സർവീസ് നെറ്റ്വർക്ക് ഉള്ള ബ്രാൻഡ് എടുക്കണം. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഓൾറൗണ്ടർ പാക്കേജ് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ലോങ് ടൈമിലേക്ക് ഫോൺ എടുക്കാൻ. സോ ഇന്ന് ഞാനിവിടെ ഒരു യൂസ്ഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോങ് ടൈമിലേക്ക് പറ്റിയ തരത്തിലുള്ളൊരു ഐറ്റം. നമ്മളൊരു 2-3 മാസമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെയുണ്ട്, നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. സാംസങ്ങിൻ്റെ ഗാലക്സി A56 ആണ്. സോ ഈ ഒരു ഫോൺ സാംസങ്ങിൻ്റെ എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഈ ഒരു മോഡലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് ഇതിങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓൾറൗണ്ടർ ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമൊക്കെ ഞാൻ പറയാം. കണ്ടു നോക്കൂ, എന്നിട്ട് തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അത് കംപ്ലീറ്റ് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ 2-3 മാസം സാംസങ് ഗാലക്സി A56ൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ആദ്യം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഡ്യൂറബിൾ ആണ്. അതായത് നമുക്ക് കുറച്ച് കാലത്തേക്ക് കൊണ്ടു നടന്നാലും പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരില്ല. ഈ 3 മാസമായിട്ടും വലിയ വിയർ ആൻഡ് ടയർ ഒന്നും കാണാനില്ല, നീറ്റാണ്, മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയം ഫീലും ഉണ്ട്, അത്യാവശ്യം ഡ്യൂറബിളും ആണത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ പെട്ടെന്ന് അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല. അതിന്റെ കൂടെ തന്നെ IP67 റേറ്റിംഗും ഉണ്ട്. സോ അപ്പോൾ മഴ വെള്ളം ഒക്കെ ആയാലും പെട്ടെന്ന് വെള്ളം കയറില്ല. ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്, ഫ്രെയിം ആയാലും ഗ്ലാസ് ആയാലും ഒക്കെ നല്ല ഡ്യൂറബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു. കൂടുതൽ അങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊന്നുമല്ല, ഉള്ളതെല്ലാം നന്നായിട്ട് കൊടുത്തു. സോ ഡ്യൂറബിൾ ആയ ഒരു ഫോൺ എന്ന രീതിയിൽ ഈ ഒരു ഫോണിനെ തീർച്ചയായിട്ടും പരിഗണിക്കും. പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡി സ്റ്റൈൽ തന്നെയാണ് സാംസങ്ങിന്റെ, നൈസ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാണാനുള്ള ഭംഗി നിങ്ങൾ നോക്കുക, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ബിൽറ്റ് ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്, അത് ഇതുവരെയായിട്ടും സെറ്റാണ്. ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു വിഷയവും. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് സോഫ്റ്റ്വെയർ ഗ്യാരണ്ടി ആയിരിക്കണം. അതായത് നമുക്ക് 2-3-4 കൊല്ലത്തേക്ക്, 4-5-6 കൊല്ലത്തേക്കൊക്കെ നമുക്ക് നൈസായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 6 ജനറേഷൻ OS അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. One UI 7 ആണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാം. സാംസങ്ങിന്റെ UI വൺ ഓഫ് ദി ബെസ്റ്റ് UI ആണ്. എല്ലാ ഭാഗത്തുനിന്നുള്ള യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, സെറ്റാണ്. യാതൊരുവിധ പാളച്ചുകളും ഇതിന്റെ യൂസർ എക്സ്പീരിയൻസിലില്ല. One UI 7 ഓൾറെഡി ബെസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അതിനകത്ത് ഒട്ടനവധി സാംസങ്ങിന്റെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സാംസങ് വാലറ്റ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. നമുക്ക് ബാങ്ക് കാർഡൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കാം, ഫോണിൽ വെക്കാം. പിന്നെ കാർഡ് കൊണ്ടു നടക്കേണ്ട, ജസ്റ്റ് ടാപ്പ് ആൻഡ് പേയിലൂടെ നമുക്ക് ഏത് സ്ഥാപനത്തിൽ പോയിട്ടും പേയ്മെന്റുകൾ നടത്താൻ പറ്റും. സെക്യൂർ ഫോൾഡർ വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് സീക്രട്ട് ആയിട്ട് നിങ്ങൾ ഫയലൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. എനേബിൾ ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് ഫയലൊക്കെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ നോക്ക് സെക്യൂരിറ്റി, അതായത് ഏറ്റവും നല്ല സിസ്റ്റം സെക്യൂരിറ്റി സിസ്റ്റം വൈഡ് ആയിട്ട് തന്നെ സാംസങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് 5-6 വർഷത്തേക്ക് ഏറ്റവും നല്ല ഫീച്ചറുകളടക്കം നൈസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് One UI 7ന്റെ ഒരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ഈ അപ്ഡേറ്റ് ഓഫറിംഗിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ഒരു നല്ല യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഉപയോഗിച്ചതിൽ ഇപ്പോഴും യാതൊരു വിഷയവും ഇല്ലാതെ നൈസ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ആണത്. സോ സോഫ്റ്റ്വെയർ ഗ്യാരണ്ടി എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റും ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിത് വിറ്റാൽ അടുത്ത ഒരു എക്സ്ചേഞ്ച് അടുത്ത ഒരു വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിന് വാല്യൂ കിട്ടണം, റീസെയിൽ വാല്യൂ കിട്ടണം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഫോണിന്റെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയണമല്ലോ. ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ് കേട്ടോ. 6.7 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വിഷൻ ബൂസ്റ്റർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ഡിസ്പ്ലേയുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ, കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്. ഒപ്പം തന്നെ ക്യാമറയും മോശമല്ല. നമ്മൾ പറഞ്ഞ പോലെ എല്ലാം അത്യാവശ്യം ഓൾറൗണ്ടർ രീതിയിൽ എല്ലാം ഉണ്ടാവണം. നല്ല ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ക്യാമറയും നല്ലതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടു നോക്കുള്ള സാമ്പിൾസ് അത്യാവശ്യം നല്ല ഡീസന്റ് ക്യാമറ ക്വാളിറ്റിയാണ്. ഇമേജുകൾ ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും സെൽഫി ക്യാമറ കൊണ്ടും മെയിൻ ക്യാമറ കൊണ്ടും ഒക്കെ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സംഗതി വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. സാംസങ്ങിന്റെ ഫോട്ടോസ് ഒട്ടും മോശമാവാറില്ല, ഇതിലും നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ വീഡിയോ ക്വാളിറ്റി അതും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ അടക്കം നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സൗകര്യമാണ്. ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും അടക്കം 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് റിസൾട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക, എന്നിട്ട് തീരുമാനിക്കും. സോ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ചില AI ഫീച്ചേഴ്സ്, ക്യാമറയുടെ ഭാഗത്തേക്ക് വരും, ഫോട്ടോയ്ക്ക് വരുമ്പോൾ ചില AI ഇറേസർ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അൺവാണ്ടഡ് ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനുള്ള സംവിധാനം അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഇറേസർ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ടാപ്പ് ടു സ്ലോമോ എന്ന് പറയുന്ന, ജസ്റ്റ് ഗാലറിയിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിനൊന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലോ മോഷൻ വീഡിയോ ആയി മാറുന്ന ഒരു സൗകര്യം അതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുകിട കുറച്ച് നല്ല AI ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ക്യാമറ ഫോട്ടോസിന്റെ ഭാഗത്ത്. സോ അതൊക്കെ ഗാലറിയിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഉപയോഗിക്കും. സോ അങ്ങനെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഈ ഫോണിലുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ ഈ മാസങ്ങളിലൊന്നും എനിക്ക് വലിയ വിഷയമൊന്നും തോന്നിയില്ല. എല്ലാം നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഇതിനൊക്കെ പുറമെ അത്യാവശ്യം ഈ ഒരു 3-4 വർഷം ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അവിടെ നമുക്ക്
നല്ല യൂസർ എക്സ്പീരിയൻസ് ഒരു പെർഫോമൻസ് സെറ്റപ്പ് ഉണ്ടാവണം. വലിയ വിഷയമില്ലാത്ത സാധാരണ യൂസിന് കേട്ടോ. നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഇതിലാണെന്ന് ചോദിച്ചാൽ അങ്ങനല്ല. ഓൾറൗണ്ടർ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇതിൽ വരുന്നത് എക്സിനോസ് 1580 എന്ന് പറയുന്ന പ്രോസറാണ്. ഒപ്പം തന്നെ One UI 7 ആണ്. അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ലാതെ കഴിഞ്ഞ 3 മാസവും നൈസായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. യാതൊരു വിഷയങ്ങളും ഇല്ല, സെറ്റായിരുന്നു. പെർഫോമൻസിൽ വേറെ വിഷയങ്ങൾ ഇല്ല ഇതുവരെ. അപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതുവരേക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് കിട്ടാം. ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനൊരു കുഴപ്പം പറ്റാന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിന് ഇഷ്യൂ വന്നൊന്നും പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയരുത്. ഇലക്ട്രോണിക് ഡിവൈസിൻ്റെതായ പ്രശ്നങ്ങൾ വരാം. ബട്ട് ഇതുവരെ ഒരു വിഷയവും കാണിച്ചിട്ടില്ല. നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റപ്പാണ്. സാധാരണ യൂസിന് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഫോൺ തീർച്ചയായിട്ടും തരും. അത്യാവശ്യം വേണമെങ്കിൽ ഇതായി കാണുന്ന തരത്തിൽ ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കുകയും ചെയ്യാം. ഓവറോൾ ഒരു നല്ല സെറ്റപ്പാണ് ഇതിന്റെ പെർഫോമൻസ്. ഡീസന്റ് സെറ്റപ്പ്, അല്ലാണ്ട് അപ്പടി ബെസ്റ്റ് എന്നല്ല, ഡീസന്റ് സെറ്റപ്പ്. പിന്നെ ലൈറ്റ് വെയിറ്റും സ്ലിം ഒക്കെ ആയിരിക്കണം. 7.4 mm തിക്നെസ് ആണ് വരുന്നത്. 198 ഗ്രാമിന്റെ ഒരു വെയിറ്റ് ഒക്കെയാണ്. വലിയ ഹെവി വെയിറ്റ് എന്നോ ഹെവി തിക്നെസ് എന്നോ ഒന്നും പറയാനില്ല. നല്ല ഫീലാണ്. പിന്നെ 5000 mAhന്റെ ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗും ആണ്. അതും ഒരു ഡീസന്റ് സെറ്റപ്പ് എന്ന് പറയാം. സോ നിങ്ങൾ സാംസങ്ങിന്റെ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ പോയിട്ട് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫോൺ പറയുന്നത്. ഈ ഫോൺ തീർച്ചയായിട്ടും നന്നായിരിക്കും. ഡീസന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇത് ഇങ്ങനെ ഡീസന്റ് ആയിരിക്കും എന്ന് ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഒരു റീസെയിൽ വാല്യൂ, ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഫോണുകളെ നോക്കിയാൽ സാംസങ്ങിന്റെ ഫോണുകൾ സ്വല്പം ഒരു റീസെയിൽ വാല്യൂ കൂടുതൽ കിട്ടും നമ്മൾ കാണാറുണ്ട്. സോ തീർച്ചയായിട്ടും ഇത്തിരി റീസെയിൽ വാല്യൂ ഉള്ള ഒരു ഫോൺ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ 4 പോയിന്റുകളിലെ ഒരു 3ാമത്തെ പോയിന്റ് ആയിട്ട് വരും റീസെയിൽ വാല്യൂ. തീർച്ചയായിട്ടും സാംസങ് ഫോണുകൾക്ക് ഉണ്ടാവാറുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഒന്നും പ്രശ്നമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല. എന്നാലും അത് ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ് സാംസങ് ഫോണിൽ. പിന്നെ നമ്മൾ 4ാമതായിട്ട് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സർവീസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും നല്ല സർവീസ് തരുന്ന ബ്രാൻഡ് സാംസങ് ഓൾറെഡി നല്ല സർവീസാണ്. എല്ലായിടത്തും നല്ല സർവീസും കാരണം കിട്ടുന്നുണ്ട്. ഓൾ ഓവർ എല്ലാ സിറ്റികളിലും, മേജർ സിറ്റികളിലൊക്കെ ഒരു സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. സോ നല്ല സർവീസ് കിട്ടുന്ന ഒരു ഫോൺ കൂടിയാണ് സാംസങ്ങിന്റെ ഫോൺ. ഞാൻ പറഞ്ഞ ഈ ഒരു ഫോണിന്റെ കാര്യമല്ല. സോ സാംസങ്ങിന്റെ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ഫോൺ എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുവരെ യാതൊരു വിഷയവും വന്നിട്ടില്ല. A56 കൊള്ളാം. ഇനി ഇതിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 36,990 ഓഫർ പ്രൈസ്. അപ്പോൾ ആ വില കൊടുത്ത് നിങ്ങളൊരു സാംസങ് ഫോൺ നോക്കുന്നുവെങ്കിൽ ആ വിലയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല ഫോണാണ്. ഈ പറഞ്ഞ എല്ലാതരം സൗകര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറ അടക്കം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സെറ്റപ്പാണ്. അപ്പോൾ സോളിഡായ ഒരു ഫ്യൂച്ചർ റെഡിയായ ഒരു ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. നമ്മൾ 2-3 മാസം കാര്യം ഇരുന്നത് കൊണ്ടും ഉപയോഗിച്ച് നോക്കിയത് കൊണ്ടും ജസ്റ്റ് ഒന്ന് ഒരു യൂസ്ഡ് റിവ്യൂ നമ്മളത് ഇടയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കുറവാണ് ഈ അടുത്ത സമയങ്ങളിൽ ചെയ്തത്. ഇനി അങ്ങോട്ട് കൂടുതൽ യൂസ്ഡ് റിവ്യൂസ് ചെയ്യും. അതിൽ തർക്കമൊന്നുമില്ല. ഇത് അതിൻ്റെ ഭാഗമായിട്ടൊരു യൂസ്ഡ് റിവ്യൂ ആണ്, യൂസർ എക്സ്പീരിയൻസ് ആണ്. താല്പര്യമായവർ മാത്രം പർച്ചേസ് ചെയ്യുക. അത്രേ ഉള്ളൂ. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മുടെ അനുഭവമാണ്. ബാക്കി നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി ഇതെടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ അതാണ് A56ൻ്റെ ഒരു 3 മാസത്തെ യൂസർ എക്സ്പീരിയൻസ്. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ചെയ്തോളൂ. അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.